ഞാൻ പറഞ്ഞു നമുക്ക് ആ ഡയലോഗ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ആ ഡയലോഗ് അപ്പോൾ അതൊക്കെ മമ്മൂക്ക ചോദിച്ചു അതിനെന്താ കുഴപ്പം. നമ്മൾ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. പണ്ട് നടന്മാർ പ്രൊഡ്യൂസർക്ക് വലിയ റോളുണ്ടായിരുന്നു, ഡയറക്ടർക്ക് റോളുണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ സത്യം, പ്രൊഡ്യൂസറുടെ റോൾ കുറച്ചിട്ട് പ്രൊഡ്യൂസർ ഇപ്പോൾ പണത്തിൽ ഇടപെടും, ലൊക്കേഷൻ ഇടപെടും, ഡേയ്സിൽ ഇടപെടും. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ വേണ്ടി ആർട്ടിസ്റ്റിനെ കൂട്ടുപിടിക്കും. കുറേ കഴിഞ്ഞപ്പം ആർട്ടിസ്റ്റ് ഡയറക്ടറെയും ഒഴിവാക്കി. ഇതൊക്കെ ഡബ്ബിങ് ആയിട്ടുണ്ടോ? സ്റ്റുഡിയോ കയറി കാണുള്ള ഭാഗമായിട്ടുണ്ടോ? ഡബ്ബിങ് ആണല്ലോ നമ്മളെല്ലാം. അപ്പം മിക്കവാറും ഡയറക്ടർ ആയിരിക്കും, നമ്മളായിരിക്കും ഡബ്ബിങ്ങിന് ഇരിക്കുന്നത്. ആയിരുന്നു അവളാണ് ഡബ്ബിങ് ഞാനാണ് ഇരിക്കുന്നത് കൺസോളിൽ. മമ്മൂക്ക ഡബ്ബ് ചെയ്യണം. മമ്മൂക്കയുടെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അന്നേരം കൂടെ ആരെങ്കിലും കയറ്റുകയൊക്കെ ചെയ്യും. അല്ല, രാവിലെ പുള്ളി ഒന്ന് രാവിലെ ഡബ്ബ് ചെയ്യും. സമയമുണ്ട് പുള്ളിക്കല്ലേ? രാവിലെ ഒന്ന് ഡബ്ബ് ചെയ്യും, രാവിലെ ഒന്ന് ഡബ്ബ് ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ജോയ് തിയേറ്ററിലാണെന്ന് തോന്നുന്നു, ജോയ് തിയേറ്ററാണോ AVMലാണോ എന്ന് തോന്നുന്നു. മമ്മൂക്ക ഡബ്ബ് ചെയ്യുന്നു. അപ്പം എല്ലാം പറഞ്ഞു. അപ്പോൾ ഡബ്ബ് അപ്പോൾ നമ്മൾ ഓക്കെ മുഖം ഒന്നുകൂടെ. അപ്പോൾ ഒരു ഡയലോഗ് പുള്ളി പറഞ്ഞത് ഓക്കെയാണ്, എന്നാലും എന്തോ നമുക്കൊരു ഈ തോന്നലുകളാണല്ലോ, ഓരോരുത്തരുടെ ഇതാണല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് ആ ഡയലോഗ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ആ ഡയലോഗ് അപ്പോൾ അതൊക്കെ മമ്മൂക്ക ചോദിച്ചു അതിനെന്താ കുഴപ്പം. നമ്മൾ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നമുക്ക് പറഞ്ഞു ഒന്ന് അദ്ദേഹത്തിൻ്റെ ഡെപ്തും അദ്ദേഹത്തിൻ്റെ എന്താണ് പറയണ അതിൻ്റെ മോഡുലേഷനും ഒക്കെ വേറെ റേഞ്ചല്ലേ. എന്നാൽ എന്തോ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നതാണ്. അപ്പം എങ്ങനെ പറയണമെന്ന് പറയാൻ പറയും, നമ്മളെ പെട്ടുപോയില്ലേ. അപ്പോൾ അല്ല നമുക്ക് അത് കുഴപ്പമില്ല, ആ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പറയണമെന്ന് പറയുന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും. പുള്ളി നമ്മൾ കളിയാക്കുന്നതാണ്. പക്ഷേ അവസാനം പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്യും ഒന്നുകൂടെ വെച്ചോന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും ഇതേത് വേണമെന്ന് ചോക്കെ ആയിക്കോ എന്ന് പറയും. സത്യത്തിൽ ഇത് അങ്ങനെയൊക്കെ മമ്മൂക്കയോട് ചോദിക്കാൻ ഒരു പേടിയുണ്ടല്ലേ? അല്ല, പേടി അന്നില്ല കേട്ടോ. സത്യത്തിൽ ഈ മമ്മൂക്കയോടൊക്കെ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് പേടിയൊന്നുമില്ല. ലാലേട്ടനുമായിട്ടൊക്കെ ഇടപെടണം, ഒരു പേടി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മൂഡിൽ നമ്മളെ കൊണ്ട് എത്തിക്കുമ്പോൾ നമ്മൾ പേടിച്ചു. ഇനി നമ്മൾ ഒന്നീ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാനുള്ള റേഞ്ച് നമുക്കില്ല. താനും പറഞ്ഞു കൊടുത്തായിരുന്നില്ല. അല്ല, ഡയലോഗുണ്ട്, നമുക്ക് ആ ഡയലോഗും അറിയാം. പക്ഷെ പുള്ളി പറയുന്നത് എങ്ങനെ പറയണമെന്നാണ് ചോദിച്ചത്. എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ റേഞ്ചിൽ നിൽക്കുക. നമ്മൾ പറയുമ്പോൾ വരെ ഹസ്കി ആയിപ്പോകും, അല്ലെങ്കിൽ വേറെങ്കിലും ഒരു മോശമായിപ്പോകും. നമ്മൾ ആ കേൾക്കുമ്പോൾ ഇത്ര കൂടെ ഒരു ബെറ്റർ വേണം, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം വേണമെന്ന് പറയാമെന്നല്ലാതെ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് സത്യത നമുക്കില്ല. അത് എങ്ങനെയാണ് ഡബ് ചെയ്യുന്ന രീതി? എങ്ങനെയാണ് പുള്ളിക്ക് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ പിടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ല, അപ്പോഴത്തേക്ക് ആ ഡയലോഗ് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പുള്ളി നമ്മളെ കളിയാക്കാൻ വേണ്ടി, നമ്മളോടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു നമ്മളെ അകറ്റി നിർത്താനല്ല, മമ്മൂക്കായിട്ട് അടുപ്പിക്കാനാണ് മമ്മൂക്ക ശ്രമിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് എടുക്കും. പക്ഷേ നമ്മൾ തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ ഇത് ഒറ്റ ടേക്കിനെ കടിച്ചങ്ങ് പോവാണല്ലേ? അല്ലല്ല, ഓരോ പോർഷൻ അല്ലേ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ. ഓരോ പോർഷൻ നമ്മൾ ഇൻ ബിറ്റ്വീൻ വരെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡിജിറ്റൽ ആയതോടുകൂടി നമുക്ക് ആ പോർഷൻ പഞ്ച് ചെയ്തിട്ട് വീണ്ടും ആ ഒരു പീസ് മാത്രം എടുക്കാം. പക്ഷേ ഡയലോഗ് എടുക്കുമ്പോൾ എടുത്താൽ ചിലപ്പോൾ എടിച്ച് നിൽക്കും. ഒറ്റ പോർഷനായിട്ടിപ്പോൾ എടുക്കാം. ലാലേട്ടൻ്റെ ഡബ്ബിങ്, ലാലേട്ടൻ പിന്നെ ഇതല്ലേ, നമ്മൾ മിക്കവാറും ഡയറക്ടർ ഉണ്ടാവും, നമ്മളകത്തുനിന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കും. എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. മമ്മൂക്കായാലും നല്ല ഡബ്ബിങ്ങൊക്കെ പിന്നെ അവർ ആ സീൻ അഭിനയിക്കുമ്പോൾ തന്നെ എങ്ങനെ ഡബ്ബ് ചെയ്യുന്ന ധാരണയിലാണ് അഭിനയിക്കുന്നത്. ഈ ഡബ്ബിങ്ങിൽ കുറച്ചും കൂടെ ഈ പറയുന്ന അഭിനയിക്കുന്ന സമയത്ത് അത്ര കാണത്തില്ലായിരിക്കും. ഈ ഡബ്ബിങ്ങിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്ഷൻ കയറ്റി ചെയ്യുന്ന നടന്മാരാരെങ്കിലും അതിശയപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഇപ്പം ലാലേട്ടനെ നമുക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡയലോഗിൽ ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല, തിയേറ്ററിലേ. പക്ഷേ അതുകൊണ്ടാണ് അവരുടെ വോയിസ് ഡെപ്ത് ഇങ്ങനെ പറയണത്. ചെയ്യുമ്പം ക്യാഷ്വലായിട്ടല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയോ സുരേഷേട്ടനൊക്കെ അവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡബ് ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര വോയിസ് ചെയ്യുന്നു. രാവിലെ വന്ന് ഡബ് ചെയ്തു, അങ്ങനെയൊക്കെ പുള്ളിയുടെ വോയിസൊക്കെ കറക്റ്റായിരിക്കുന്ന സമയത്ത്. ഇവരൊക്കെ രാവിലെയാണ് വരുന്നത് കൂടുതൽ താല്പര്യപ്പെടുന്നത് അല്ലേ? സുരേഷേട്ടനൊക്കെ വരും രാവിലെ വന്നിട്ട് ആ ഒരു ഡെപ്ത് വോയിസിൻ്റെ ഒരു കിട്ടാൻ വേണ്ടി ചെയ്യാറുണ്ട്. ശബ്ദം കുറച്ചുകൂടെ കാഠിന്യത്തിൽ കിട്ടും. ഇല്ലേ? ഈ ചെയ്ത വർക്കുകൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തൊരു സിനിമ ഏതായിരിക്കും? നല്ല മനസ്സിപ്പോഴും ഓർക്കാൻ പറ്റുന്ന നടന്മാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും, അവരുടെ നിങ്ങളുടെ ഒരു രസമുള്ള സിനിമ ഏതാ? നമ്മൾ കിലുകിൽ പമ്പരം വരെ ഞാൻ ഫസ്റ്റ് അസോസിയേറ്റ് ആയ ഒരു ചീഫ് അസോസിയേറ്റ് ആയ പടം കിലുകിൽ പമ്പരമാണ്. ഒന്ന് അത് തിരുവനന്തപുരം കൊട്ടാരത്തിനകത്തായിരുന്നു. അതിനകത്ത് ഇറച്ചിയോ മീനോ ഒന്നും കയറ്റാൻ പാടില്ല. അപ്പോൾ എല്ലാ ദിവസവും വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ്റെ വെറൈറ്റി ഫുഡുകൾ. കല്ലൂർ ശശിയാണ്
പ്രൊഡക്ഷൻ രണ്ടുപേരാണ്, കല്ലൂർ ശശിയേട്ടനും നമ്മുടെ ഒരു ബഷീർക്ക വർക്കലയുള്ള. അപ്പം അതിനകത്ത് സുഖമാണ് ആ കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ അറ്റ്മോസ്ഫിയറും. പിന്നെ ജയറാം ചേട്ടനും ജഗതി ചേട്ടനും വലിയൊരു ടീമായിരുന്നു. ഭയങ്കര രസകരമായ സംഭവമായിരുന്നു കില്ലിൽ പമ്പരം. 40-45 ദിവസം അതിനകത്ത് തന്നെ കൊട്ടാരം. വെളിയിലൊന്നും പോകത്തില്ല. വെളിയിൽ കുറച്ച് ഔട്ട്ഡോർ സീൻസ്, ബാക്കി എല്ലാം കൊട്ടാരം തന്നെ. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ രസങ്ങളും എല്ലാം? എന്തെങ്കിലും ഇവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിഷയങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ പടത്തിൻ്റെ? അങ്ങനെ ഒരു മാർക്കബിളായിട്ടുള്ള സാധനം നമ്മളെ മനസ്സിൽ. ജയറാം ഈ ജഗതിയൊക്കെ കൂടി കഴിഞ്ഞ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ടല്ലേ? ഭയങ്കരമാണ്. അത് മോഹൻലാലിനോടൊപ്പം ആയാലും അല്ലേ? പിന്നെ അതാണ്, അത് ഉറപ്പാണ്. എന്താ ചെയ്യുന്ന നമുക്ക് അറിയാൻ ഒക്കത്തില്ല. എങ്ങനെ അല്ല, ഈ ജഗതി അങ്ങനെയുള്ളത് ജയിച്ചു തന്നെയാണ്. ചിലപ്പോൾ സീൻ ചെയ്യുന്ന റിഹേഴ്സൽ ചെയ്യുന്നത് ടേക്ക് ചെയ്യൂല. നമ്മൾ മറ്റവരൊക്കെ ഒരു റിഹേഴ്സൽ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചേട്ടൻ പറയാൻ പറ്റില്ല. ടേക്കിൽ വേറെ ആയിരിക്കും ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ട് ചെയ്യും. അങ്ങനെ ഈ നേരത്തെ മുന്നത്ത് പറഞ്ഞ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ പറയും അല്ലേ? അല്ല, ജയിച്ചേട്ടൻ ടേക്കിലാണ് കൊഴിപ്പിക്കുക എന്ന് പറയും. ടേക്കിൽ കൊഴിപ്പിക്കുന്ന ആളാണ്. റിഹേഴ്സലിൽ ഒരു ആവറേജ് ചെയ്തിട്ട് ടേക്കിൽ കയറി കൊഴിപ്പിക്കും. ഇപ്പം നമുക്കൊരു നെടുപടി വേണോ, ഒരു കൊച്ചിൻ കനീഫ്, ഒരു മച്ചാൻ വർഗീസ് ഒന്നുമില്ല. എല്ലാം പുതിയ താരങ്ങളാണ് അല്ലേ? ഈ മാറിയ സിനിമ ഒരു പേടിപ്പെടുത്തുന്നുണ്ടോ? അല്ല, അത് ഇപ്പം ഞാൻ പറയേണ്ട ആളല്ല. പക്ഷെ അങ്ങനെ മുമ്പൊക്കെ പ്രിയ സാറ്, സിബി സാറ്, കമൽ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നസെൻ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒടുവിലുണ്ണി കൃഷ്ണൻ ഇല്ലാത്ത, ശങ്കരാടി സാറില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഈ നമുക്കിപ്പം ഹീറോകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹീറോകളുണ്ടായി വരും. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടറുകൾ കിട്ടാൻ പാടാണ്. ഈ നടന്മാരെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് ഹീറോ ആവാനോ അല്ലെങ്കിൽ വില്ലൻ ആവാനോ അല്ലെങ്കിൽ ഈ പക്ക ഹ്യൂമർ ആവാം. പക്ഷേ ഇങ്ങനെയുള്ള സൈഡ് ക്യാരക്ടറുകൾ, ഇപ്പം ശങ്കരാടി സാർ ചെയ്ത ക്യാരക്ടറുകൾ ചെയ്യാൻ ആളുകൾ കുറവാണ്. അതേ തന്മയത്വത്തോടെ ഉണ്ടാവും. ഒടുവിലുണ്ണി കൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ ചെയ്യാനുള്ള ആളുകൾ പാടായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ പപ്പുവേട്ടൻ ചെയ്ത ക്യാരക്ടറുകൾ ഇതിലൊക്കെ ഉണ്ടല്ലോ, ശോഭന മോഹൻലാൽ പടം തേമാവിൻ കൊമ്പത്തിൽ, ആ സീനൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആളെ കിട്ടൂ. അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഒരാൾ ചെയ്യുമായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ. അങ്ങനെ അത് ശരിയാണ്. എന്തായാലും കുറച്ച് ഇപ്പോഴും നടന്മാർ ഒരുപാട് ഡെഡിക്കേഷൻ ഉള്ള നടന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പൃഥ്വിരാജ് പോലും ഒരു പടത്തിന് വേണ്ടി എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ ചെലവഴിക്കുന്നു. കത്തനാർ ഇറങ്ങാൻ വേണ്ടി ജയസൂര്യ 5 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഡെഡിക്കേഷനാണ് ഇപ്പോഴും നടന്മാർ തമ്മിലൊരു ഹീറോസ് ഉണ്ട് അല്ലേ? ഒരു ഭയങ്കര മത്സരം ഉണ്ടാക്കുമല്ലോ താരങ്ങൾ തമ്മിൽ ഇപ്പം. തീർച്ചയായും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഇപ്പോഴും നടന്മാർ അപ്രോച്ച് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഒന്ന് ഇതിനകത്ത് ഈ ഒരു കണക്കിന് ഈ അവരിപ്പോൾ അവരോടൊരു ബെൽറ്റ്, ഇപ്പം ഈ പടങ്ങൾ പണ്ട് അത് ഇപ്പോൾ നമ്മൾ പറയുന്ന വ്യത്യസ്ത ഇതുണ്ടാകും. പണ്ട് പ്രൊഡ്യൂസറും ഡയറക്ടറുടെയും സിനിമയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവം. ഇതിപ്പോൾ പലരും പല രീതിയിലാണ് കാണുന്നത്. പ്രൊഡ്യൂസർക്ക് വലിയ റോളുണ്ടായിരുന്നു. അദ്ദേഹം കഥ മനസ്സിലാക്കും, ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ ഇടപെടും, ഷൂട്ടിംഗ് ഡേയ്സിൽ ഇടപെടും. പണ്ടൊരു പടം, നമ്മുടെ ഏറ്റവും വലിയ ഹിറ്റ് പടമായ കാസർഗോഡ് 6-7 ഫൈറ്റ് ഉണ്ട് അതിനകത്ത്. 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പടമാണ്. 18 ദിവസം കൊണ്ടാണ് കാസർഗോഡ് കാതർബായ് ഷൂട്ട് ചെയ്തത്. അത് 6-5 ഫൈറ്റ്, അത് നൈറ്റ് ഫൈറ്റുകളാണ്. ഡേ ഫൈറ്റ് നമുക്ക് ഒരു ദിവസം എടുത്തങ്ങ് തീർക്കാം. നൈറ്റ് ഫൈറ്റ് എടുത്താൽ തീരില്ല, ലൈറ്റപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അത് നൈറ്റ് ഫൈറ്റുകളാണ് കൂടുതൽ. 7-8 ഫൈറ്റുകളുള്ള കാസർഗോഡ് 18-19 ദിവസം നമ്മൾ തീർക്കാം. കിലിൽ പമ്പരം 35 ദിവസം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ഊട്ടിയിലും ഉണ്ടായിരുന്നു. ഊട്ടിയിലോ കൊടൈക്കനാലോ ആണ് ഷൂട്ട് ചെയ്തത്. ഇന്നൊരു പടത്തിന് 60-70 ദിവസം ഷൂട്ട് ചെയ്തു. അന്നുള്ള ആർട്ടിസ്റ്റുകളുടെ വലിപ്പം നോക്കണം. ബ്രഹ്മചാരി ഷൂട്ട് ചെയ്ത് എനിക്കൊന്ന് 35 ദിവസമാണ്, തെങ്കാശിയിലാണ് ഷൂട്ട് ചെയ്തത്. ഇന്നൊരു പടത്തിന് 60 ദിവസം 70 ദിവസം ഇല്ല, ഷൂട്ടിങ് തീർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അന്നത്തെ ഒരു ദിവസത്തെ കോസ്റ്റ് അല്ല ഇന്നത്തെ ഒരു ദിവസത്തെ കോസ്റ്റ്. അന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിലും അന്നിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആവുന്നു ഒരു ദിവസത്തെ ഇന്നത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കോസ്റ്റ്. അപ്പോൾ ഷൂട്ടിംഗ് കോസ്റ്റ് സിനിമ ഒരുപാട് മാറി ചുരുക്കം അല്ലേ? ഷൂട്ടിംഗ് കോസ്റ്റ് കൂടുന്നു, ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു. അപ്പം ചെലവ് എത്രയോ ഇരട്ടി വർദ്ധിക്കുന്നു. പിന്നെ പണ്ട് നടന്മാർ പ്രൊഡ്യൂസർക്ക് വലിയ റോളുണ്ടായിരുന്നു, ഡയറക്ടർക്ക് റോളുണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ സത്യം, പ്രൊഡ്യൂസറുടെ റോൾ കുറച്ചിട്ട്, പ്രൊഡ്യൂസർ ഇപ്പോൾ പണത്തിൽ ഇടപെടും, ലൊക്കേഷൻ ഇടപെടും, ഡേയ്സിൽ ഇടപെടും. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ വേണ്ടി
ആർട്ടിസ്റ്റിനെ കൂട്ടുപിടിച്ചു. കുറേ കഴിഞ്ഞപ്പം ആർട്ടിസ്റ്റ് ഡയറക്ടറെയും ഒഴിവാക്കി. ഇത് നമ്മൾ വാങ്ങിയ നമ്മൾ കൊടുത്ത ഇത് ആർട്ടിസ്റ്റിനെ കൂട്ടുപിടിച്ച് പ്രൊഡ്യൂസർ അവോയ്ഡ് ചെയ്തപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റ് ഡയറക്ടറെയും ഒഴിവാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണോന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ കയ്യിലായി സിനിമ എന്നൊരവസ്ഥയുണ്ട്. അത് തെറ്റൊന്നതായിട്ട് ഞാൻ പറയാനുള്ള കാര്യം, നമ്മൾ ലോക സിനിമയിലൊക്കെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത് അല്ലേ. നമ്മളിപ്പോൾ നമ്മൾ അതൊക്കെ കാര്യം ആർട്ടിസ്റ്റുകൾ അവരത്രയും കഴിവ് തെളിയിച്ചിട്ടാണ്. പക്ഷേ അത് എല്ലാവരും ഇതിനകത്ത് പുതിയ ആളുകളും ഞങ്ങൾ വരുകയും സിനിമയ്ക്ക് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് വരുമ്പോൾ സിനിമയുടെ പണം മുടക്കുന്ന ആർക്കും ഒരു റോളും ഇല്ലാതായി.